സുരേഷ് ഗോപി നല്ലവൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചൊറിയുന്നത് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾക്കും ഇടതുപക്ഷക്കാർക്കുമോ? അങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ ഷമ്മി തിലകന് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇസ്ലാമിസ്റ്റ് ആക്രമണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഷമ്മി തിലകന് നേരെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മരിച്ചുപോയ അച്ഛൻ തിലകന് നേരെ വരുന്ന സൈബറിടത്തെ കമന്റുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഇടത് ഇസ്ലാമിസ്റ്റുകളുടെ തീവ്ര സംഘം വളരുന്നു എന്നാണ്. നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന നടൻ ഷമ്മി തിലകന് നേരെ കൂട്ടം ചേർന്ന സൈബർ ആക്രമണം. ജൂൺ 26-നായിരുന്നു സുരേഷ് ഗോപിയുടെ പിറന്നാൾ. മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളടക്കം താരത്തിന് ആശംസകൾ നേർന്നിരുന്നു. എന്നാൽ നടൻ ഷമ്മി തിലകൻ സുരേഷ് ഗോപിക്ക് സമൂഹ മാധ്യമങ്ങൾ വഴി ആശംസ അറിയിച്ചതിന് പിന്നാലെയാണ് ഇടത് ഇസ്ലാമിസ്റ്റുകൾ കൂട്ടം ചേർന്ന് നടനെതിരെ രംഗത്ത് വന്നത്. ശ്രുതികളിൽ തിളങ്ങുന്ന സാന്നിധ്യം, ശ്രേഷ്ഠതയാൽ നിറഞ്ഞ പോരാളി, സിനിമയും സേവനവും ഒരുമിച്ച് ചേർന്ന തൃശൂരിന്റെ മിടുക്കൻ നായകൻ, സംഗീതമാം ജീവിതപാതയിൽ സന്തോഷങ്ങൾ നിറയട്ടെ എന്നും പിറന്നാൾ ആശംസകൾ പ്രിയ സുഹൃത്തെ, സ്നേഹത്തിൻ പര്യായമേ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ചിത്രം പങ്കുവച്ച് ഷമ്മി തിലകൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ താരത്തിന്റെ ഈ പോസ്റ്റിന് താഴെ അധിക്ഷേപ കമന്റുകൾ നിറഞ്ഞു. രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും പേരിൽ സുരേഷ് ഗോപിക്കെതിരെയും തനിക്കെതിരെയും വിദ്വേഷം ചൊരിഞ്ഞവർക്ക് ഷമ്മി തിലകൻ മറുപടിയും കൊടുത്തിട്ടുണ്ട്. മഹാനായ നടൻ തിലകനെയും അധിക്ഷേപിച്ചുകൊണ്ടാണ് ഒട്ടുമിക്ക കമന്റുകളും. ഇതോടെ താരത്തിന് പിന്തുണയായി മറ്റൊരു പക്ഷവും കമന്റ് ബോക്സിലെത്തി. കേരളത്തിൽ ഇടത് ഇസ്ലാമിസ്റ്റുകളുടെ തീവ്ര സംഘം വളരുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് നടൻ ഷമ്മി തിലകന് നേരെ നടന്ന ആക്രമണം. സുരേഷ് ഗോപി തനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ട ഒരാളാണെന്ന് പലപ്പോഴും ഷമ്മി തിലകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിരുന്നു, അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും താൻ തൻ്റെ ഫേസ്ബുക്കിൽ പറയുന്ന അഭിപ്രായങ്ങൾ, കാര്യങ്ങൾ അത് തൻ്റെതായ അഭിപ്രായങ്ങളാണ്. അതിൽ ആര് എന്ത് മറുപടി പറഞ്ഞാലും അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ തനിക്കറിയാം. ആ കൃത്യമായ മറുപടി തന്നെയാണ് താൻ കൊടുത്തത്. അത് അവിടെ കഴിഞ്ഞു. എന്നാൽ അത് പിന്നീട് മനസ്സിൽ കൊണ്ടു നടക്കുക, അല്ലെങ്കിൽ അവരെന്തിനത് പറഞ്ഞു, അവരെന്തിന് ഇത് പറഞ്ഞു എന്നുള്ള ചിന്തയുമായി നടക്കുക എന്നത് തൻ്റെ ശീലമല്ല. തനിക്ക് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ സുഖമായി ഉറങ്ങണം. തനിക്ക് സുരേഷ് ഗോപി എന്താണ് എന്നുള്ളത് തനിക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. അത് താൻ തന്നെ മാത്രം മനസ്സിലാക്കിക്കേണ്ട, തന്നെ മാത്രം ബോധ്യപ്പെടുത്തേണ്ട സംഗതിയാണ്. മറ്റൊരാളുടെ മുന്നിൽ അത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം തനിക്കില്ല. രാഷ്ട്രീയത്തിന് ഉപരിയായി ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്നും അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. എന്തായാലും സുരേഷ് ഗോപി എന്ന വ്യക്തിയെ, സുരേഷ് ഗോപി എന്ന കലാകാരനെ, സുരേഷ് ഗോപിയുടെ സ്നേഹത്തെ ഒക്കെ നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഷമ്മി തിലകൻ. അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവ കഥ ഇവിടെ പറയാം. ദില്ലിയിൽ നിന്നും കൊണ്ടുവന്ന ഒരു സ്വീറ്റ് ഒരിക്കൽ ഒരു ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ച് പങ്കുവെച്ചപ്പോൾ ഷമ്മിക്ക് കൊതി തീരെ കഴിക്കാനായില്ല. അതിനു മുൻപേ ഈ സംഭവം തീർന്നു. പക്ഷേ ഒരെണ്ണം കൂടി എടുക്കാമായിരുന്നു എന്ന് അദ്ദേഹത്തിന് ഒരുപാട് കുറ്റബോധം തോന്നി. അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെയാണല്ലോ എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ജീവിതത്തിൽ കൈക്കുമ്പിളിൽ കൊണ്ടുവച്ച് തരുന്ന പലതിൻ്റെയും വിലയും ഗുണവും നമ്മൾ അറിയുന്നത് വൈകി മാത്രമായിരിക്കും. എനിക്ക് മതിയായില്ല, ഇനിയും വേണം. ആഗ്രഹം ഇങ്ങനെ ഒരു കൊതിയായി നാവിൽ അവശേഷിപ്പിച്ച് പതുക്കെ സുരേഷ് ഗോപിയെ സമീപിച്ചു. സുരേഷ് ജി, സ്വീറ്റ് ഒത്തിരി സ്വാദിഷ്ടമായിരുന്നു, എനിക്ക് നൽകാൻ ഒരെണ്ണം കൂടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. അതിനകം തന്നെ അത് എല്ലാവർക്കുമായി വിധിച്ചു നൽകി കഴിഞ്ഞിരുന്ന അദ്ദേഹം വിഷമത്തോടെ പറഞ്ഞു, അയ്യോ തീർന്നു പോയല്ലോ ഷമ്മി. അദ്ദേഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ഞാൻ എന്നിലെ നിരാശ മറച്ചു പിടിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല. അപ്പോഴേക്കും ഷോട്ട് റെഡി എന്ന സംവിധായകന്റെ അറിയിപ്പ് വന്നു. അറിയിപ്പ് ലഭിച്ച ഭാഗത്തേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ ആ ശബ്ദം ആർദ്രമായി എൻ്റെ കാതിൽ മന്ത്രിച്ചു, തിലകൻ ചേട്ടൻ്റെ മകൻ വിഷമിക്കേണ്ട, ഈ കടം ഞാൻ വീട്ടും. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. അദ്ദേഹം ഡൽഹിക്കും ഞാൻ കൊല്ലത്തേക്കും മടങ്ങി. അതിജീവനത്തിന്റെ തിരക്കുകൾക്കിടയിൽ മധുരമൂർന്ന കടത്തിന്റെ കഥ താൻ മറന്നു എന്ന് അദ്ദേഹം പറയുന്നു. കൃത്യം ഒരു മാസം കഴിഞ്ഞ് ഫെബ്രുവരി 13-ന് ഒരു വിളിയെത്തി. ഷമ്മി, സുരേഷ് ഗോപിയാണ്, നിങ്ങൾക്ക് ഞാൻ തരാനുള്ള കടം അല്പസമയത്തിനകം നിങ്ങളുടെ വാതിൽപ്പടിയിലെത്തും, സ്വീകരിച്ചുകൊള്ളുക. പറഞ്ഞു തീർന്നില്ല. കോളിംഗ് ബെൽ മുഴങ്ങി. ആകാംക്ഷയുടെ വാതിൽ തുറന്നു. അതാ ചേട്ടൻ്റെ വീട്ടിലെത്തിക്കണം എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി സാർ തന്നയച്ചതാണ് എന്ന് പറഞ്ഞ് ഒരു പൊതിയുമായ ഒരു വ്യക്തി നിൽക്കുന്നു. ഇന്നോളം കഴിച്ചിട്ടുള്ളതിൽ വെച്ച്, അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മധുരം നിറച്ചു വെച്ചിട്ടുള്ള ആ സ്നേഹപ്പൊതിയുമായി തിരികെ നടക്കുമ്പോൾ അദ്ദേഹം ഓർത്തു, കൃത്യം ഒരു മാസം മുൻപ് അദ്ദേഹം പറഞ്ഞത്, തിലകൻ ചേട്ടൻ്റെ മകൻ വിഷമിക്കേണ്ട, ഈ കടം ഞാൻ വീട്ടും. പ്രിയ സുരേഷ് ജി, ഒത്തിരി സന്തോഷത്തിലാണ് ഞാൻ. ഒപ്പം അങ്ങേപ്പോലെ മനുഷ്യപ്പറ്റുള്ളതും സഹജീവികളോട് കരുണയുള്ളവനുമായ ഒരു അതുല്യ കലാകാരൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാനായതിൽ അഭിമാനിക്കുന്നുവെന്നും സുരേഷ് ഗോപി ഒരു വിസ്മയമാണ് എന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു അനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലാണ് സുരേഷ് ഗോപിയെ തൻ്റെ മനസ്സിൽ അദ്ദേഹം കൊണ്ടു നടക്കുന്നത്. ആ സുരേഷ് ഗോപിക്ക് ഒരു ജന്മദിന ആശംസ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു നേരിൻ്റെ കാഴ്ച തന്നെയാണ്. അത് തന്നെയാണ്, ആ സ്നേഹം തന്നെയാണ് അദ്ദേഹം അവിടെ പ്രകടമാക്കിയത്. അതിൽ ഇനി ആരെന്തു പറഞ്ഞാലും ചുട്ട മറുപടി താൻ തൻ്റെ ഭാഷയിൽ, തൻ്റെ അഭിപ്രായം എന്ന രീതിയിൽ പറഞ്ഞിരിക്കും എന്ന് തന്നെയാണ് ഷമ്മി തിലകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കലാകാരന്മാരെ തമ്മിൽ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ്, മതത്തിൻ്റെ പേര് പറഞ്ഞ് ഒക്കെ തെറ്റിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരോട് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.